Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA 4 സെമസ്റ്റർ എക്സാംസ് ജൂൺ 19-ാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ സീരീസ് ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി BCom സ്റ്റുഡൻസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പ്രോബ്ലം പേപ്പേഴ്സ്, നമ്പർ 1 QT, നമ്പർ 2 കോസ്റ്റ് അക്കൗണ്ടിങ്, ഈ 2 സബ്ജക്ട്സിൻ്റെയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വേണ്ടിയിട്ട് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ BCom BBA സ്റ്റുഡൻസിൻ്റെ കോമൺ പേപ്പർ ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി പേപ്പറാണ് ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ്. ഈ ഒരു സബ്ജക്റ്റിൻ്റെ എൻറ്റയർ ഡീറ്റെയിൽസിലോട്ടാണ് നമ്മൾ പോകുന്നത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ഓൺലൈനായിട്ട് എക്സാം ഓറിയൻറ്റഡ് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. BCom BBA സ്റ്റുഡൻസിന് 4 സെമസ്റ്ററിലെ 2 പ്രോബ്ലം പേപ്പേഴ്സ് ആയിട്ടുള്ള QT അതുപോലെ തന്നെ കോസ്റ്റ് അക്കൗണ്ടിങ്, ഈ 2 സബ്ജക്ട്സിൻ്റെയും ക്ലാസ്സസ് അവൈലബിൾ ആണ്. നമ്മൾ ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കുകയും ചെയ്യാം. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. സോ നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ സീരീസ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് ആൻസർ കീ ഡിസ്കഷൻ, ദെൻ എക്സാം റിലേറ്റഡ് ലൈവ്, അതിൽ ക്വിക്ക് റിവിഷൻ, ഇതൊക്കെ ഉണ്ടായിരിക്കും. സോ വരും ദിവസങ്ങളിൽ ഇതൊക്കെ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് ഈ ഒരു സബ്ജക്റ്റിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം. അപ്പോൾ BCom BBA സ്റ്റുഡൻസിന് കോമൺ ആയിട്ടുള്ളൊരു പേപ്പറാണ്. നിങ്ങളുടെ ആദ്യത്തെ എക്സാമാണ് ഈ ഒരു പേപ്പർ. സോ 5 മൊഡ്യൂളുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് വായിക്കാനുണ്ട്. അപ്പോൾ ഇപ്പോഴും കുട്ടികൾ ചോദിക്കുന്നതാണ്, ഏറ്റവും കൂടുതൽ മാർക്കിലോട്ട് പോകണമെങ്കിൽ 5 മൊഡ്യൂളും കവർ ചെയ്യണം എങ്കിൽ ഏതൊക്കെ ഏരിയാസിലോട്ട് പോകണം, അത് നമ്മൾ പറയുന്നുണ്ട്. ദെൻ ലാസ്റ്റ് മൊമെൻറ്റിൽ പഠിക്കുന്ന കുട്ടികൾ ഒന്ന് പാസ്സാകണമെങ്കിൽ, അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചും കൂടി മാർക്കിലോട്ട് പോകണമെങ്കിൽ മിനിമം ഫോളോ ചെയ്യേണ്ട, ഫോക്കസ് ചെയ്യേണ്ട ചാപ്റ്റേഴ്സ് ഇതൊക്കെയാണ്, അതും നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ കൺസെപ്റ്റ്സ് ഓഫ് ഓൺട്രപ്രണർ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. essay 2 മാർക്സ് അതുപോലെ തന്നെ 5 മാർക്സ് ചോദ്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ കുറച്ച് പഠിച്ച് ഒരുപാട് മാർക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു മൊഡ്യൂളാണ് മൊഡ്യൂൾ നമ്പർ 5, പ്രൊജക്റ്റ് റിപ്പോർട്ട്. എല്ലാ പ്രാവശ്യത്തെ എക്സാമിനും ആദ്യത്തെ മൊഡ്യൂളിൽ നിന്നും അവസാനത്തെ മൊഡ്യൂളിൽ നിന്നും ഓരോ ക്വസ്റ്റ്യൻസ് essay ആയിട്ട് ഇടാറുണ്ട്. സോ നമുക്ക് 2 essay കിട്ടാൻ, കുറച്ച് പഠിച്ച് അങ്ങനെ 4 essayയിൽ 2 essay കിട്ടാൻ ഈ 2 മൊഡ്യൂൾസിലും ഫോക്കസ് ചെയ്താൽ മതി. ലാസ്റ്റ് മൊമെൻറ്റിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഈ 2 മൊഡ്യൂൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് പാസ് മാർക്കല്ല, അതിനേക്കാൾ കൂടുതൽ കുറച്ച് പഠിച്ച് നേടാൻ സാധിക്കുന്നുള്ളതാണ്. ബിക്കോസ് ലാസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് കമ്പൽസറി ആയിട്ട് ഒരു essay പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ മൊഡ്യൂൾ നമ്പർ 1-ൽ നിന്നും ഒരു essay എന്തായാലും പ്രതീക്ഷിക്കാം. സോ 2 essay ആ രീതിയിൽ നിങ്ങൾക്ക് കുറച്ച് പഠിച്ച് തന്നെ സ്കോർ ചെയ്യാൻ സാധിക്കും. ദെൻ 2 മാർക്സിൻ്റെ ഒരു മിനിമം 4 ചോദ്യങ്ങൾ ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് ഇടാറുണ്ട്. ദെൻ 2 മാർക്സിന് ലാസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് 1-2 ചോദ്യങ്ങൾ വരാറുണ്ട്. ദെൻ 5 മാർക്കിൻ്റെ ആണെങ്കിലും ആ രീതിയിൽ കിട്ടും. ഓക്കെ, ഒരു മിനിമം ഒരു 3 ചോദ്യങ്ങൾ 2 മൊഡ്യൂളിൽ നിന്നും കൂടിയിട്ട് ലഭിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ലാസ്റ്റ് മൊഡ്യൂളും ആദ്യത്തെ മൊഡ്യൂളും പഠിച്ചാൽ തന്നെ ഈസി ആയിട്ട് പാസ്സാകും. ദെൻ പിന്നെ ഹൈ മാർക്സിലോട്ട് പോകണമെങ്കിൽ ബാക്കിയുള്ള മൊഡ്യൂൾസ് നമ്മൾ പറയുന്നത് ഫോക്കസ് ചെയ്താൽ 80% എബവ് അല്ലെങ്കിൽ 90% അടുത്ത് നമുക്ക് സ്കോർ ചെയ്യാൻ ഈസി ആയിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ അത് പറഞ്ഞു എന്ന് മാത്രം. ഇനി നമുക്ക് ഒരു മൊഡ്യൂൾ വൈസ് ഡീറ്റെയിൽസിലോട്ട് പോകാം. സോ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ പിടിവള്ളി എന്ന് പറയുന്നൊരു മൊഡ്യൂൾ തന്നെയാണ് ഫസ്റ്റ് മൊഡ്യൂള്. വളരെ ഈസിയസ്റ്റ് ആയിട്ടുള്ളതും കൺസെപ്റ്റ് മാത്രം പറയുന്നൊരു മൊഡ്യൂളാണ്. അപ്പോൾ അതിൽ ഓൺട്രപ്രണർഷിപ്പ്, ഓൺട്രപ്രണർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഏറ്റവും കൂടുതൽ പറയുന്നത്. 2 മാർക്സിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിനിമം ഒരു 4 ചോദ്യം, അതുപോലെ തന്നെ essay ഒരെണ്ണം കമ്പൽസറി ആയിട്ട് വരാറുണ്ട്. 5 മാർക്കിൻ്റെ 2 ചോദ്യങ്ങൾ വരെ എന്ന് പറഞ്ഞാൽ ഒരു 25 മാർക്കിൻ്റെ ചോദ്യങ്ങൾ മിനിമം നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന ഒരു മൊഡ്യൂളാണ് ആദ്യത്തെ മൊഡ്യൂൾ. ഓക്കെ, അപ്പോൾ അത് ആദ്യം
ഓൺട്രപ്രണർ എന്താണ്? 2 മാർക്സിന് ഡിഫൈൻ ഓൺട്രപ്രണർ എന്നുള്ളത് ഒരു ചോദ്യം എല്ലാ പ്രാവശ്യവും വരാറുള്ളതാണ്. നിർബന്ധമായും പഠിച്ചിരിക്കണം, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ദെൻ 5 മാർക്കിൻ്റെ ചോദ്യത്തിലോട്ട് പോവുകയാണെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓൺട്രപ്രണർ പഠിച്ചിരിക്കണം 5 മാർക്സിൻ്റെ ചോദ്യത്തിന്. ദെൻ നെക്സ്റ്റ് ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ഓൺട്രപ്രണർ. ഇത് 2 രീതിയിലാണ് ഇതിൻ്റെ ചോദ്യം വരാറ്. നമ്പർ 1 ക്ലാസിഫിക്കേഷൻ ഓഫ് ഓൺട്രപ്രണർ ഒരു പ്രാവശ്യം എസ്സേക്ക് ചോദിച്ചിട്ടുണ്ട്. രണ്ടാമത് പറയുകയാണെങ്കിൽ ഈ ക്ലാസിഫിക്കേഷനിലുള്ള ഏതെങ്കിലും 2 ചോദ്യങ്ങൾ വരെ 2 എണ്ണം വരെ 2 മാർക്സിൻ്റെ ചോദ്യമായിട്ടും വരാറുണ്ട്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരുപാട് ക്ലാസിഫിക്കേഷനിൽ പല ഓൺട്രപ്രണേഴ്സിനെ കാണാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്ന ഒരു ചോദ്യം പ്രൊഫഷണൽ ഓൺട്രപ്രണർ ആരാണ്, അതുപോലെ തന്നെ പ്യുവർ ഓൺട്രപ്രണർ ആരാണ്, സോഷ്യൽ ഓൺട്രപ്രണർ ആരാണ്, അതുപോലെ തന്നെ പിന്നെ പോർട്ട്ഫോളിയോ ഓൺട്രപ്രണർ ആരാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ടായിരുന്ന പലതരത്തിലുള്ള ഓൺട്രപ്രണേഴ്സാണ്. ഫാബിയൻ, ഡ്രോൺ ഓൺട്രപ്രണർ, ഇതൊക്കെ റിപ്പീറ്റായിട്ട് ഈ ക്ലാസിഫിക്കേഷനിൽ ഏതെങ്കിലും 2 ഓൺട്രപ്രണേഴ്സിനെ വരെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ലാസ്റ്റ് ഒരു 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുള്ള ഓൺട്രപ്രണേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. പോർട്ട്ഫോളിയോ, പ്രൊഫഷണൽ, സോഷ്യൽ, പ്യുവർ, അതുപോലെ തന്നെ ഫാബിയൻ, അതുപോലെ തന്നെ ഈ പറഞ്ഞ ഡ്രോൺ, ഇതൊക്കെ റിപ്പീറ്റായിട്ട് കണ്ടുവന്നിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പം നിർബന്ധമായും പഠിച്ചിരിക്കണം. 2 മാർക്സിനും എസ്സേക്കും ഒരുപോലെ. എസ്സേക്ക് ചോദിച്ചാൽ 2 മാർക്സിന് ചിലപ്പോൾ എണ്ണം കുറവായിരിക്കും, ഒരു പ്രാവശ്യം എസ്സേക്കും ഇട്ടിട്ടുണ്ട് കേട്ടോ. സോ ദാറ്റ്സ് അബൌട്ട് ആ ഒരു ടോപ്പിക്ക്. പിന്നെ 2 മാർക്കിൻ്റെ ചോദ്യമായിട്ട് ചോദിച്ചിട്ടുള്ളതാണ് എന്താണ് ക്വാളിറ്റീസ് അല്ലെങ്കിൽ ട്രൈറ്റ്സ് ഓഫ് അല്ലെങ്കിൽ ഓൺട്രപ്രണറിയൽ ട്രൈറ്റ്സ്, ഓൺട്രപ്രണറിയൽ കോമ്പിറ്റൻസി. ക്വാളിറ്റീസ് ഒരു സക്സസ്ഫുൾ ഓൺട്രപ്രണറുടെ ഏതൊക്കെയാണ് 2 മാർക്കിൻ്റെ ചോദ്യമായിട്ട് ചോദിച്ചിട്ടുണ്ട്. കുറച്ച് ക്വാളിറ്റീസ് നിങ്ങൾക്ക് അതിൽ മെൻഷൻ ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്താണ് കുറച്ചും കൂടി എളുപ്പമുള്ള പേപ്പർ ആണെങ്കിൽ അത് 5 മാർക്കിൻ്റെ ഇരിക്കും ഇടാം. ക്വാളിറ്റീസ് എഴുതി സ്കോർ ചെയ്യാൻ സാധിക്കും. അതാണ് മറ്റൊരു ക്വസ്റ്റ്യൻ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റിപ്പീറ്റായിട്ട് വന്നിട്ടുള്ള ഒന്ന്, റോൾ ഓഫ് ഓൺട്രപ്രണേഴ്സ് ഇൻ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്. 5 മാർക്കിൻ്റെ ചോദ്യമായിട്ടും അതുപോലെ തന്നെ നമുക്ക് 10 മാർക്കിൻ്റെ എസ്സേ ആയിട്ടും പ്രതീക്ഷിക്കാൻ ചോദിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഓൺട്രപ്രണറിയൽ ഗ്രോത്ത്. ഇത് ഒരു 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഓൺട്രപ്രണറിയൽ ഗ്രോത്ത് എസ്സേക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഓൺട്രപ്രണറിയൽ ഗ്രോത്ത്? ഒരു 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എസ്സേ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. പിന്നെ അത് മാത്രമല്ല സോഷ്യൽ ഫാക്ടേഴ്സിനെ പറ്റിയിട്ട് മാത്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ 2 മാർക്കിൻ്റെ ചോദ്യമായിട്ട് ചോദിച്ചിട്ടുണ്ട് ഒരു വർഷത്തെ പേപ്പറിലും. അപ്പോൾ എന്തായാലും ഈ ഒരു ചോദ്യം നോക്കിയിരിക്കണം, സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ ചോദ്യങ്ങളൊന്നും സ്കിപ്പ് ചെയ്യരുത്, ഇത് റിപ്പീറ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. മൂവിങ് ടു നെക്സ്റ്റ് ടോപ്പിക്, ഓൺട്രപ്രണർഷിപ്പ് എന്താണ്? 2 മാർക്സ് ചോദ്യം. ദെൻ 5 മാർക്കിൻ്റെ ചോദ്യത്തിൽ ഓൺട്രപ്രണറും ഇൻട്രാപ്രണറും തമ്മിലുള്ള ഡിഫറൻസ് ഒരു 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 5 മാർക്കിൻ്റെ ചോദ്യത്തിൽ വന്നിട്ടുണ്ട്. ദെൻ ഇൻട്രാപ്രണർ ആരാണെന്നുള്ളത് 2 മാർക്കിൻ്റെ ചോദ്യമായിട്ട് സെപ്പറേറ്റും ചോദിച്ചിട്ടുണ്ട്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. നെക്സ്റ്റ് വിമൺ ഓൺട്രപ്രണേഴ്സ് ആരാണ്? 2 മാർക്സിൻ്റെ ചോദ്യം. ദെൻ അതിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് എസ്സേക്ക് പ്രോബ്ലംസ് ഓഫ് വിമൺ ഓൺട്രപ്രണേഴ്സ്. അത് എസ്സേക്ക് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്, നമുക്ക് വീണ്ടും പ്രതീക്ഷിക്കാം. അപ്പോൾ വിമൻ ഓൺട്രപ്രണർ ആരാണ്? ദെൻ കൂടുതൽ ചോദിച്ചിട്ടുള്ളത് പ്രോബ്ലംസ് ഓഫ് വിമൻ ഓൺട്രപ്രണേഴ്സ് ആണ്. അപ്പോൾ അത് നോക്കിയിരിക്കണം, ഈസി ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, എസ്സേക്ക് ചോദിച്ചിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് EDP എന്താണ്? 2 മാർക്സ് ചോദ്യം. ദെൻ നമുക്ക് EDPയുടെ ഫേസസ് അല്ലെങ്കിൽ പ്രോസസ്സ് എന്ന് പറയുന്നത് 5 മാർക്കിൻ്റെ ചോദ്യമായിട്ടും എസ്സേക്കും മാറി മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഫേസസ് അല്ലെങ്കിൽ പ്രോസസ് ഓഫ് EDP എന്ന് പറയുന്നത് നിർബന്ധമായും പഠിച്ചിരിക്കണം. ഇതൊക്കെ നിങ്ങൾ ഒരു ലാസ്റ്റ് 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് കേട്ടോ. അപ്പോൾ ഇത്ര കാര്യങ്ങൾ നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് മാറ്റി നിർത്താൻ സാധിക്കില്ല. ഞാൻ ഈ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ ലാസ്റ്റ് ഒരു 4 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് ഫോളോ ചെയ്യുകയാണെങ്കിൽ കാണാൻ സാധിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ 2 മാർക്സിൻ്റെയിൽ നമുക്കൊരു 4 ചോദ്യങ്ങൾ എസ്സേക്ക് മസ്റ്റായിട്ട് ഒരെണ്ണം. ഞാൻ ഈ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ എസ്സേക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഓൺട്രപ്രണറിയൽ ഗ്രോത്ത്, ക്ലാസിഫിക്കേഷൻ ഓഫ് ഓൺട്രപ്രണർ, ദെൻ ഫേസസ് ഓഫ് EDP, ഇതൊക്കെ റിപ്പീറ്റായിട്ട് എസ്സേക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്.
5 മാർക്കിൻ്റെയിലും വന്നിട്ടുള്ള ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞു, 2 മാർക്കിൻ്റെയിൽ വന്നിട്ടുള്ള ചോദ്യങ്ങൾ പറഞ്ഞു. ഒന്നും സ്കിപ്പ് ചെയ്യരുത്. വിമൺ ഓൺടർപ്രണേഴ്സ് ഇതൊക്കെ മാറി മാറി വന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ എന്താണ് ഏറ്റവും കൂടുതൽ 25 മുതൽ 27 മാർക്ക് വരെ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന ഒരു മൊഡ്യൂളാണ് ഫസ്റ്റ് മൊഡ്യൂള്. ഒന്നും സ്കിപ്പ് ചെയ്യാണ്ട് ഞാൻ പറഞ്ഞത് പഠിക്കുക. ഓക്കെ, പിടിവള്ളിയാണ്, ഏറ്റവും എളുപ്പമാണ്. മൂവിങ് ടു മൊഡ്യൂൾ നമ്പർ 2, ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട് ആൻഡ് ഇൻസെൻറ്റീവ്സ് ടു ഓൺടർപ്രണേഴ്സ്. അതാണ് നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ വരുന്നത്. സോ SC ആയിട്ട് ഐ തിങ്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാമിനാണ് എന്ന് തോന്നുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആദ്യത്തെ essay എന്ന് പറയുന്നത് ഇതായിരുന്നു, വാരിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദി ഗവൺമെൻറ് ടു ഗീവ് അസിസ്റ്റൻസ് ടു ദി ഓൺടർപ്രണേഴ്സ്. ഇതാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ essay. ഈ ഒരു ചാപ്റ്ററിൽ നിന്നാണ് essay ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഐ റിപ്പീറ്റ്, എന്താണ് ഈ ചാപ്റ്ററിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച essay? ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, എക്സ്പ്ലെയിൻ വാരിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ഗവൺമെൻറ് ടു ഗീവ് അസിസ്റ്റൻസ് ടു ദി ഓൺടർപ്രണേഴ്സ്. ഓൺടർപ്രണേഴ്സിനെ അസിസ്റ്റൻസിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് എങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള essay കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ട്. ആദ്യം തന്നെ അത് പറഞ്ഞു. ഓക്കെ, ഇനി ഇതിൽ നിന്ന് പിന്നെ നമുക്ക് പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അതിലേതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നമുക്ക് 5 മാർക്കിൻ്റെയിൽ 1 or 2 വരെ പ്രതീക്ഷിക്കാം. 5 മാർക്കിൻ്റെയിൽ 2 മാർക്കിൻ്റെയിൽ ഒരു 3 ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പറ്റിയിട്ട് ജസ്റ്റ് ഷോർട്ടായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഫുൾ ഫോം എഴുതാൻ വേണ്ടിയിട്ട് വരാറുണ്ട്. SAയ്ക്കും ഞാൻ പറഞ്ഞു വരാറുണ്ട് എന്നുള്ളത്. ദെൻ നെക്സ്റ്റ്, ടൈപ്സ് ഓഫ് ഫിനാൻസിൽ ഏതെങ്കിലും ഒരെണ്ണം, ഷോർട്ട് ടൈം ഫിനാൻസ് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, മീഡിയം ടൈം ഫിനാൻസ്, ലോങ് ടൈം ഫിനാൻസ്, ഇതൊക്കെ എന്താണ് എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്, റിപ്പീറ്റായിട്ട് നമുക്ക് വരാറുള്ള ചോദ്യമാണ്. ഇനി നെക്സ്റ്റ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിം വർക്കിൽ പല അതോറിറ്റീസ് പഠിക്കാനുണ്ട്. അതിൽ DICനെ പറ്റിയിട്ടുള്ളത് SAയ്ക്ക് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ്. ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെൻറ്റർ എന്താണ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സും ഫങ്ഷൻസും എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 10 മാർക്കിൻ്റെ essay ആയിട്ട് വന്നിട്ടുണ്ട്. നിർബന്ധമായും പഠിച്ചിരിക്കണം. അതുകൊണ്ട് തന്നെ DIC. അപ്പോൾ ഒരു ചോദ്യം എന്ന് പറയുന്നത് നമുക്ക് ഈ ചാപ്റ്ററിലുള്ള പല ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പറ്റിയിട്ട് ഓരോന്നിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക, ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെന്നുള്ളത്, അതൊരു ചോദ്യം. പിന്നെ SAയ്ക്ക് വന്നിട്ടുള്ളത് DICയുടെ ഒബ്ജക്റ്റീവ്സും ഫങ്ഷൻസും എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മറ്റൊരു ചോദ്യം SAയ്ക്ക് വന്നിട്ടുണ്ട്. സിറ്റ്കോ എന്താണ് 2 മാർക്സിൻ്റെ പഠിക്കുക. NSIC 2 മാർക്സിൻ്റെ പഠിക്കുക, ചോദിച്ചിട്ടുള്ളതാണ്. നമുക്ക് ഒരുപാട് എന്താ പറയുക, ഈ അതോറിറ്റീസിനെ പറ്റിയിട്ട് അതിൻ്റെ ഫങ്ഷൻസ് മാത്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ, അല്ലെങ്കിൽ അത് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ചോദിച്ചിട്ടുണ്ട്. അതിൽ NSIC ഒരു 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ ഫങ്ഷൻസ്, റൈറ്റ് എനി 2 ഫങ്ഷൻസ് ഓഫ് NSIC അങ്ങനെ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസിനെ പറ്റിയിട്ട്, ഖാദി വില്ലേജ് ഇൻഡസ്ട്രി കമ്മീഷൻ KVIC എന്താണ്, എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഒരു 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. അപ്പോൾ KVIC എന്താണ്, അതിൻ്റെ ഫങ്ഷൻസ് ഒരു 2-3 പഠിച്ചു വയ്ക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ SISI സ്മോൾ ഇൻഡസ്ട്രി സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇതെന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. ദെൻ പിന്നെ കിറ്റ്കോ റിപ്പീറ്റായിട്ട് കണ്ടുവന്നിട്ടില്ല. ദെൻ പിന്നെ നമുക്ക് മറ്റൊരു പേപ്പറിൽ വന്നിട്ടുള്ളതാണ് നാഷണൽ ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് ബോർഡ് NEDB, ഇത് എക്സ്പാൻഡ് ചെയ്യാൻ. അതുപോലെ തന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഓൺടർപ്രണർഷിപ്പ് ആൻഡ് സ്മോൾ ബിസിനസ് ഡെവലപ്മെൻറ്റ് NIESBUD. ഞാൻ റിപ്പീറ്റായിട്ട് പേപ്പറിൽ വന്നിട്ടുള്ള അതോറിറ്റീസിനെ ഒന്നും കൂടിയും പറയാം. അതിൻ്റെ ഫങ്ഷൻസ് പഠിച്ചു വയ്ക്കുക. നമ്പർ 1 NSIC, നമ്പർ 2 KVIC, നമ്പർ 3 NEDB. ഐ റിപ്പീറ്റ്, NEDB. സോറി, നെക്സ്റ്റ് NIESBUD, NIESBUD. പിന്നെ മറ്റൊന്ന് MUN. അപ്പോൾ ഇത്ര കാര്യങ്ങൾ, ഇതെന്താണ്, അതിൻ്റെ ഫങ്ഷൻസ് ജസ്റ്റ് ഇത്ര നോക്കുക. ഇത് 2 മാർക്സിൻ്റെയിൽ റിപ്പീറ്റായിട്ട് വന്നിട്ടുള്ളതാണ്. 2 മാർക്സിൻ്റെയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു 2-3 ചോദ്യങ്ങൾ ഈ ചാപ്റ്ററിൽ നിന്നാണ്. ഈ അതോറിറ്റീസ് എന്താണെന്ന് പഠിക്കുക, അതിൻ്റെ 2 ഫങ്ഷൻസ്. ഓക്കെ, റിപ്പീറ്റാണ് കേട്ടോ. ഇനി നെക്സ്റ്റ്, ടെക്നോ പാർക്ക് എന്താണ്, അതിൻ്റെ ഫങ്ഷൻസ്. ഒരു പേപ്പറിൽ ടെക്നോ പാർക്ക് എന്താണെന്ന് മാത്രം ചോദിച്ചിട്ട്
2 മാർക്സിൻ്റെ ചോദ്യം വന്നിട്ടുണ്ട്. മറ്റൊരു പേപ്പറിൽ ടെക്നോ പാർക്കിൻ്റെ ഫങ്ഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ 5 മാർക്കിൻ്റെ ചോദ്യമായിട്ടും വന്നിട്ടുണ്ട്. മസ്റ്റായിട്ട് പഠിക്കുക, സ്കിപ്പ് ചെയ്യരുത്. നെക്സ്റ്റ് റിപ്പീറ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇൻസെൻറ്റീവും സബ്സിഡിയും. പല പേപ്പറിലും റിപ്പീറ്റ് ചോദ്യമാണ്, സ്കിപ്പ് ചെയ്യരുത്. ഇൻസെൻറ്റീവ്സ് എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ്, അതിന് നീഡ്, ദെൻ അതുപോലെ തന്നെ നീഡ് ഫോർ ഇൻസെൻറ്റീവ്സ് ആൻഡ് സബ്സിഡി. ഇതാണ് ചോദ്യം മിക്ക പേപ്പറിലും. നീഡ് ഫോർ ഇൻസെൻറ്റീവ്സ് ആൻഡ് സബ്സിഡി, ഇൻസെൻറ്റീവ് എന്താണെന്നും സബ്സിഡി എന്താണെന്നും സെപ്പറേറ്റും ചോദിക്കാം. ഇതിൻ്റെ നീഡാണ് മിക്ക പേപ്പറിലും നമ്മൾ കണ്ടുവന്നിട്ടുള്ള. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്, റിപ്പീറ്റ് ചോദ്യമാണ് ഇൻസെൻറ്റീവും സബ്സിഡിയുടെയും നീഡ് കേട്ടോ. സോ ദാറ്റ്സ് അബൌട്ട് ഈ ഒരു ചാപ്റ്റർ. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ 4 എസ്സേ ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരു എസ്സേ നമുക്ക് പ്രതീക്ഷിക്കാം. അത് കഴിഞ്ഞ വർഷത്തെ പേപ്പറിൽ ചോദിച്ച ചോദ്യം ഏതൊക്കെയാണ് പലതരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നാണ്. ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസും അതിനെ ഫങ്ഷൻസും ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്താൽ ആൻസറായി. ദെൻ മറ്റൊരു പേപ്പറിൽ DICനെ പറ്റിയിട്ട് സെപ്പറേറ്റ് അതിൻ്റെ ഒബ്ജക്റ്റീവും ഫങ്ഷൻസും എസ്സേക്ക് ചോദിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാ പേപ്പറിലും കോമൺ ആയിട്ട് ഏതെങ്കിലും 2 or 3 ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള അതോറിറ്റീസിനെ പറ്റിയിട്ട് ചിലപ്പോൾ എക്സ്പാൻഡ് ചെയ്യാൻ ആ ഡീറ്റെയിൽസ് തന്നിട്ട്, ഇപ്പോൾ NSIC, KVIC ജസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാൻ അതിൻ്റെ ഫുൾ ഫോം മാത്രമേ എഴുതിയ ഫുൾ മാർക്ക്. ദെൻ ചില സമയത്ത് അതിൻ്റെ 2 ഫങ്ഷൻസും എഴുതാനും വേണ്ടിയിട്ട് വരാറുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു, പിന്നെ ഇൻസെൻറ്റീവ്സ്, സബ്സിഡീസ്, ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് ഇതിൽ നിന്നും പ്രതീക്ഷിക്കാം. ഓക്കെ, മൂവിങ് ടു മൊഡ്യൂൾ നമ്പർ 3, മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ്. സോ MSMEനെ പറ്റിയിട്ടുള്ളൊരു ചാപ്റ്ററാണത്. MSMEയുടെ ഇമ്പോർട്ടൻസ്, MSME എന്താണ് 2 മാർക്ക് ചോദ്യം, അതിന് ഇമ്പോർട്ടൻസ് 5 മാർക്കിൻ്റെ ചോദ്യത്തിൽ നമുക്ക് ഇതിനേക്കാൾ മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളതാണ്, നിർബന്ധമായും പഠിച്ചിരിക്കണം. റോൾ ഓഫ് MSME ഇക്കണോമിക് ഡെവലപ്മെൻറ്റിനെ എങ്ങനെയാണ് അത് നോക്കി വയ്ക്കാം. ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ ഇതിനേക്കാൾ മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളത്. മറ്റൊരു ക്വസ്റ്റ്യൻ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ളത് ക്രെഡിറ്റ് ഗ്യാരണ്ടി ഫണ്ട് ട്രസ്റ്റ് സ്കീം ഫോർ MSME. അതിനെ പറ്റിയിട്ട് എന്താണ് 5 മാർക്കിൻ്റെ ചോദ്യത്തിൽ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ടായിരുന്നതാണ്. ഐ റിപ്പീറ്റ്, ക്രെഡിറ്റ് ഗ്യാരണ്ടി ഫണ്ട് ട്രസ്റ്റ് സ്കീം ഫോർ MSME. അതിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 5 മാർക്കിൻ്റെ ചോദ്യത്തിൽ കഴിഞ്ഞ വർഷത്തെ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ MSMEയുടെ ഇമ്പോർട്ടൻസും ചോദിച്ചിട്ടുണ്ട്, നിർബന്ധമായും പഠിച്ചിരിക്കണം. ഇനി ഈ ചാപ്റ്ററിൽ നെക്സ്റ്റ് റിപ്പീറ്റ് ചോദ്യം, ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിനെ പറ്റിയുള്ള ഒരു ചോദ്യം ഇല്ലാത്ത പേപ്പർ ഇല്ല. മിക്ക പേപ്പറുകളിലും ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ചോദിക്കാറുണ്ട്. അപ്പോൾ എന്താണ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്, ദെൻ പലതരത്തിലുള്ളതുണ്ട്, അതിൽ ഏതെങ്കിലും ഒരെണ്ണം അങ്ങനെയും ചോദിക്കാം. ഇപ്പോൾ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ഫങ്ഷണൽ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്താണ്, അങ്ങനെ എടുത്ത് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്താണെന്നും ചോദിച്ചിട്ടുണ്ട്. നിർബന്ധമായും നോക്കിയിരിക്കണം, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഇനി നെക്സ്റ്റ് റിപ്പീറ്റ് ചോദ്യം, ബ്രിഡ്ജ് ക്യാപിറ്റൽ എന്താണ്, ചിലപ്പോൾ അതായിരിക്കും വരാം. സീഡ് ക്യാപിറ്റൽ അസിസ്റ്റൻസ് എന്താണ്, അതായിരിക്കും വരാം. അപ്പോൾ ബ്രിഡ്ജ് ക്യാപിറ്റലും സീഡ് ക്യാപിറ്റൽ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം മാറി വരുന്നതാണ്, നിർബന്ധമായും പഠിച്ചിരിക്കണം. നെക്സ്റ്റ് സിംഗിൾ വിൻഡോ സിസ്റ്റം എന്താണ്, 5 മാർക്കിൻ്റെ ചോദ്യത്തിൽ ചോദിച്ചിട്ടുള്ളതാണ്. 2 years മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ സിംഗിൾ വിൻഡോ സിസ്റ്റത്തിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരു 2 വർഷത്തെ പേപ്പർ എടുക്കുകയാണെങ്കിൽ ചോദിച്ചിട്ടുള്ള എസ്സേ ചോദ്യം എന്ന് പറയുന്നത് സിക്നെസ്, ഇൻഡസ്ട്രിയൽ സിക്നെസ്സിനെ പറ്റിയിട്ടുള്ളതാണ്. 2 വർഷത്തെ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ പേപ്പറിലുണ്ട്, കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷത്തെ പേപ്പറിലുണ്ട്. സിക്നെസ്, സിക്ക് ഇൻഡസ്ട്രീസ് എന്താണ്, മേജർ കോസസ് ഓഫ് ഇൻഡസ്ട്രിയൽ സിക്നെസ്, റെമഡിയൽ മെഷേഴ്സ് ടു ഓവർകം എന്താണ് സിക്നെസ്. 2 വർഷത്തെ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള എസ്സേ ചോദ്യമാണ്. ഐ റിപ്പീറ്റ്, സിക്ക് ഇൻഡസ്ട്രീസ് എന്താണ്, മേജർ കോസസ് ഓഫ് ഇൻഡസ്ട്രിയൽ സിക്നെസ്, റെമഡിയൽ മെഷേഴ്സ് ടു ഓവർകം ഇൻഡസ്ട്രിയൽ സിക്നെസ്. നിർബന്ധമായും പഠിച്ചിരിക്കണം. എസ്സേ ചോദ്യമായിട്ട് ഒരു 2 വർഷത്തെ പേപ്പറിൽ വന്നിട്ടുള്ളതാണ്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. നെക്സ്റ്റ് എന്താണ് SSI സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് എന്താണ്, 2 മാർക്സിൻ്റെ ചോദ്യത്തിന് ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക. അപ്പോൾ ഇതാണ് ഈ ഒരു ചാപ്റ്ററിൽ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഇൻഡസ്ട്രിയൽ സിക്നെസ്സിൻ്റെ എസ്സേ ഒരു 2 വർഷത്തെ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്, നിർബന്ധമായും പഠിക്കുക. 2 മാർക്സിൻ്റെ റിപ്പീറ്റ് ആയിട്ട് ബ്രിഡ്ജ് ക്യാപിറ്റൽ, സീഡ് ക്യാപിറ്റൽ കണ്ടുവന്നിട്ടുള്ളതാണ്. ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ചോദ്യം 2 മാർക്കിൻ്റെ റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നിട്ടുള്ളതാണ്.
പിന്നെ MSME ഇമ്പോർട്ടൻസ്, ദെൻ ഞാൻ പറഞ്ഞു ക്രെഡിറ്റ് ഗ്യാരണ്ടി ട്രസ്റ്റ് സ്കീം ഫോർ MSMEയും ഒരു പ്രാവശ്യത്തെ പേപ്പറിൽ വന്നിട്ടുണ്ട്. സോ ദാറ്റ്സ് അബൌട്ട് ഈ ഒരു ചാപ്റ്റർ കേട്ടോ. ഇതിൽ നിന്നും നമുക്ക് എസ്സേ അതുകൊണ്ട് പ്രതീക്ഷിക്കാം. ഓക്കെ, ദെൻ മൊഡ്യൂൾ നമ്പർ 4. ഞാൻ മൊഡ്യൂൾ നമ്പർ 4 എപ്പോഴും ലാസ്റ്റ് പഠിച്ചാൽ മതി എന്ന് സജസ്റ്റ് ചെയ്യാറുള്ളൂ. അങ്ങനെ എന്താണ് ചോദ്യമില്ല എന്നല്ല, ഈ ഒരു ചാപ്റ്ററിൽ നിന്നും എസ്സേ ചോദിച്ചിട്ടുണ്ട്. ഈ മൊഡ്യൂൾ നമ്പർ 4 നിന്ന് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ള എസ്സേ എന്ന് പറയണത് ആ ടോപ്പിക്ക് തന്നെ എന്താണ്, സെറ്റിംഗ് അപ്പ് ഓഫ് ഇൻഡസ്ട്രിയൽ യൂണിറ്റ്, സ്റ്റെപ്സ് ഇൻവോൾവ്, അതിൻ്റെ സെറ്റിംഗ് അപ്പ് ഓഫ് ഇൻഡസ്ട്രിയൽ യൂണിറ്റ്, അത് നമുക്ക് എസ്സേ ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. എന്താണ് കഴിഞ്ഞ പ്രാവശ്യത്തെ പേപ്പറിൽ പ്രൊസീജിയേഴ്സ് ഫോർ സെറ്റിംഗ് അപ്പ് ഓഫ് ആൻ ഇൻഡസ്ട്രിയൽ യൂണിറ്റ്, കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒരു എസ്സേ ചോദ്യം ഇതാണ്. പ്രൊസീജിയേഴ്സ് ഫോർ സെറ്റിംഗ് അപ്പ് ഓഫ് ആൻ ഇൻഡസ്ട്രിയൽ യൂണിറ്റ്. ഒരു ഇൻഡസ്ട്രിയൽ യൂണിറ്റ് നമ്മൾ എന്താണ് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ട പ്രൊസീജിയേഴ്സ്. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലത്തെ എസ്സേ ചോദ്യം ഇതായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതൊരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് നോക്കാം, വേണമെങ്കിൽ ഇത് തന്നെ വീണ്ടും പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു 4 എസ്സേ എന്ന് പറയണത്, ഒരെണ്ണം കഴിഞ്ഞ ചാപ്റ്ററിലെ സിക്ക് ഇൻഡസ്ട്രിയൽ യൂണിറ്റിൻ്റെ വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ ഈ ഒരു എസ്സേ വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ ലാസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് കഴിഞ്ഞ പ്രാവശ്യം എസ്സേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് ഞാൻ വീണ്ടും പറയണു, നോക്കാം. ഇനി പിന്നെ നമ്മൾ ഇതിൽ നിന്ന് പ്രോജക്റ്റ് ഐഡിയാസ് എന്താണ് 2 മാർക്സിൻ്റെ ജസ്റ്റ് നോക്കാം. പിന്നെ നമുക്ക് ഫീസിബിലിറ്റി സ്റ്റഡീനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരെണ്ണം 2 മാർക്കിൻ്റെ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്താണ് ഫീസിബിലിറ്റി സ്റ്റഡി? ദെൻ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഇക്കണോമിക് ഫീസിബിലിറ്റി എന്താണ്, ഫീസിബിലിറ്റി സ്റ്റഡി എന്താണെന്നുള്ളത് പലപ്പോഴും 2 മാർക്സിൻ്റെ ചോദ്യത്തിൽ കണ്ടുവരാറുണ്ട്. പിന്നെ ഇക്കണോമിക് ഫീസിബിലിറ്റി എന്താണെന്നുള്ളതാണ് 2 മാർക്കിൻ്റെ പിന്നെ ഒരു പേപ്പറിൽ ചോദിച്ചത്. അപ്പോൾ ഏതെങ്കിലും ഒരു ഫീസിബിലിറ്റി എടുത്ത് വേണമെങ്കിൽ ചോദിക്കാം. ഫീസിബിലിറ്റി സ്റ്റഡി എന്താണെന്ന് ചോദിക്കാം, അതിൽ ഇക്കണോമിക് ഫീസിബിലിറ്റിയോ അല്ലെങ്കിൽ ടെക്നിക്കലോ ഏതെങ്കിലും ഒരെണ്ണം അങ്ങനെയും ചോദിക്കാം. ഒരു 2 വർഷത്തെ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യമാണ് സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ്. കഴിഞ്ഞ പ്രാവശ്യം പേപ്പറിൽ ഉണ്ടായിരുന്നു. സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് എന്താണെന്നുള്ളത് 2 വർഷത്തെ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. നിർബന്ധമായും നോക്കിയിരിക്കണം കേട്ടോ. റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ളതാണ് സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ്. ഇനി ഈ ഒരു ചാപ്റ്ററിൽ പിന്നെ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. പിന്നെ 2 മാർക്സിൻ്റെ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ലൊക്കേഷൻ ഡിസിഷൻ ഏതൊക്കെയാണ്. ഒരു 4 ഫാക്ടേഴ്സ് ജസ്റ്റ് ഒന്ന് എഴുതാൻ വേണ്ടി 2 മാർക്കിൻ്റെ ചോദ്യത്തിലേ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് ഈ ഒരു മൊഡ്യൂളിനെ പറ്റി പറയാനുള്ള. മൊഡ്യൂൾ നമ്പർ 4 നിന്ന് കഴിഞ്ഞ പ്രാവശ്യമാണ്, സാധാരണ ഇതിൽ നിന്ന് എസ്സേ ഇടൽ വളരെ കുറവായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ആ പ്രൊസീജിയേഴ്സ് ഫോർ സെറ്റിംഗ് അപ്പ് ഓഫ് ആൻ ഇൻഡസ്ട്രിയൽ യൂണിറ്റ് എന്നുള്ളത് എസ്സേക്ക് ചോദിച്ചു. പിന്നെ ഫീസിബിലിറ്റിയിൽ ഏതെങ്കിലും ഒരെണ്ണം വരാറുണ്ട്. പിന്നെ സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് വരാറുള്ളതാണ്. ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ കേട്ടോ. ഇതൊക്കെയാണ് കണ്ടുവന്നിട്ടുള്ളത്. സാധാരണ അധികം 2 മാർക്ക് 5 മാർക്ക് മാത്രമാണ് വരാറ്. കഴിഞ്ഞ പ്രാവശ്യം മാത്രമാണ് ഒരു എസ്സേ ഇതിൽ നിന്ന് ഇട്ടത്. അത് ഞാൻ പറഞ്ഞ ആ ഒരു ചോദ്യം കേട്ടോ. പിന്നെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ലൊക്കേഷൻ ഡിസിഷൻ എന്നുള്ളത് ഒരു പ്രാവശ്യം എസ്സേക്ക് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ നിന്ന് പറയാനുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ആർ ദി ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പ്ലാൻ കപ്പാസിറ്റി, അത് ചോദിച്ചിട്ടുണ്ട്. 5 മാർക്കിൻ്റെ ചോദ്യത്തിൽ വന്നിട്ടുള്ളതാണ്. വാട്ട് ആർ ദി കൺസിഡറേഷൻസ് ഇൻഫ്ലുവൻസിങ് പ്ലാൻ കപ്പാസിറ്റി, അങ്ങനെ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് പ്ലാൻ കപ്പാസിറ്റീനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങൾ, അത് മറ്റൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു ചോദ്യത്തിൽ ഈ ചാപ്റ്ററിൽ. പിന്നെ ഉള്ളത് സോഴ്സസ് ഓഫ് പ്രൊജക്റ്റ് ഫിനാൻസ്, പ്രൊജക്റ്റ് ഐഡിയ, പ്രൊജക്റ്റ് ഫിനാൻസ്, ഇതൊക്കെ 2 മാർക്കോ അല്ലെങ്കിൽ 5 മാർക്കിലോ പ്രതീക്ഷിക്കാം. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ നോക്കിയാൽ മതി. പ്രൊജക്റ്റ് ഐഡിയാസ് എന്താണെന്നുള്ളത് 2 മാർക്കിൻ്റെയിലേക്ക് നോക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 മാർക്സിൻ്റെയിലാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഒരു പ്രാവശ്യത്തെ പേപ്പറിൽ വന്നിട്ടുള്ളത് സോഴ്സസ് ഓഫ് പ്രൊജക്റ്റ് ഫിനാൻസ് ആണ്, അത് ഐഡിയാസ് അല്ല, പ്രൊജക്റ്റ് ഫിനാൻസിൻ്റെ സോഴ്സസ് ആണ്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ഈ ഒരു മൊഡ്യൂൾ കേട്ടോ. മൂവിങ് ടു മൊഡ്യൂൾ നമ്പർ 5. ചെറിയ മൊഡ്യൂൾ എസ്സേ എന്തായാലും പ്രതീക്ഷിക്കാം. 2 മാർക്സിൻ്റെ ചോദ്യം പ്രതീക്ഷിക്കാം. മിക്ക പേപ്പറിലും വരാറുണ്ട് കേട്ടോ. സോ അതിൽ പ്രൊജക്റ്റ് റിപ്പോർട്ട് എന്താണ് 2 മാർക്സിൻ്റെ നിർബന്ധമായും പഠിച്ചിരിക്കണം. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുക. ദെൻ കണ്ടൻസ് ഓഫ് എ പ്രോജക്റ്റ് റിപ്പോർട്ട്, എസ്സേ ക്വസ്റ്റ്യൻ റിപ്പീറ്റാണ്. പ്രോജക്റ്റ് റിപ്പോർട്ടിനെ പറ്റിയുള്ള എസ്സേ എന്താണ് പ്രോജക്റ്റ് റിപ്പോർട്ട്,
പ്രൊഫോമ ഓഫ് എ ഗുഡ് പ്രോജക്റ്റ് റിപ്പോർട്ട്, റിക്വയർമെൻറ്റ്സ് ഓഫ് എ പ്രോജക്റ്റ് റിപ്പോർട്ട്, ന്യൂ ബിസിനസ് യൂണിറ്റിൻ്റെ പ്രോജക്റ്റ് റിപ്പോർട്ട് എങ്ങനെയാണ്, ഇത്ര കാര്യങ്ങൾ നോക്കിയിരിക്കണം. എസ്സേക്ക് ഈ പറഞ്ഞ ടോപ്പിക്കുകൾ മാറി മാറി വരുന്നതാണ്. പ്രോജക്റ്റ് റിപ്പോർട്ടിൻ്റെ പ്രൊഫോമ, അതിൻ്റെ കണ്ടൻസ്, പ്രോജക്റ്റ് റിപ്പോർട്ട് ഫോർ ന്യൂ ബിസിനസ്, അതിൻ്റെ ഫോമാറ്റ്, ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തുള്ള ഒരു എസ്സേ എല്ലാ പേപ്പറിലും വരുന്നതാണ്. കഴിഞ്ഞ വർഷത്തെ പേപ്പറിലും ഉണ്ടായിരുന്നു, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പ്രൊജക്ട് റിപ്പോർട്ടിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു എസ്സേ, പിന്നെ പ്രൊജക്ട് റിപ്പോർട്ടിലത്തെ ഏതെങ്കിലും ഒരു ചോദ്യങ്ങളെ റിലേറ്റ് ചെയ്തിട്ട് 2 മാർക്കിൻ്റെ ഒരു ചോദ്യം, ഇതൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എന്താണ് റിപ്പീറ്റായിട്ട് ചോദിക്കുന്ന എല്ലാ മൊഡ്യൂളിലത്തെയും ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ റിപ്പീറ്റായിട്ട് 2 വർഷത്തെ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട് ബൗണ്ടി എന്താണ്, ഞാൻ വിട്ടുപോയി, ബൗണ്ടി എന്താണ്, പിന്നെ BP മൊഡ്യൂൾ നമ്പർ 4ലാണ് BP ബ്രേക്ക് ഈവൻ പോയിന്റ്, പിന്നെ ഫിനാൻഷ്യൽ അനാലിസിസ്, പിന്നെ ആൻസിലിയറി യൂണിറ്റ്, അത് ഞാൻ വിട്ടുപോയെന്ന് എനിക്കറിയില്ല, ആൻസിലിയറി യൂണിറ്റ്, മൈക്രോ യൂണിറ്റ് അല്ലെങ്കിൽ മൈക്രോ എൻ്റർപ്രൈസസ്, സ്മോൾ ആൻഡ് മീഡിയം സൈസ്ഡ് എൻ്റർപ്രൈസസ്, ഇതൊക്കെ 2 മാർക്കിൻ്റെ ചോദ്യമായിട്ട് നമ്മൾ പല പേപ്പറുകളിലും കണ്ടുവന്നിട്ടുള്ളതാണ് കേട്ടോ. സോ ദാറ്റ്സ് അബൌട്ട് നമ്മുടെ 5 മൊഡ്യൂൾസ്. അപ്പോൾ ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്തപ്പോൾ ഹൈ മാർക്സിലോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് 5 മൊഡ്യൂളിലും നമുക്ക് ലാസ്റ്റ് ഒരു 4 വർഷത്തെ പേപ്പറിൽ നോക്കുകയാണെങ്കിൽ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് മൊമെൻറ്റിൽ പഠിക്കുന്ന കുട്ടികൾ ഒന്ന് പാസ്സാകണമെങ്കിൽ മൊഡ്യൂൾ നമ്പർ 1 മൊഡ്യൂൾ നമ്പർ 5 പഠിച്ചാൽ തന്നെ പാസ്സാകാൻ സാധിക്കും. ബിക്കോസ് ഈ 2 മൊഡ്യൂളിൽ നിന്ന് നിങ്ങൾക്ക് ഒരു 45 മാർക്ക് വരെ നമുക്ക് പ്രതീക്ഷിക്കാം ചോദ്യങ്ങൾ. ദെൻ ഒരു 60% എബവ് മാർക്കാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ആദ്യത്തെ 2 മൊഡ്യൂളും 3ാമത്തെ മൊഡ്യൂളും പഠിച്ചാൽ സാധിക്കും. ദെൻ 80% എബവ് ആണെങ്കിൽ ഞാൻ പറഞ്ഞു 80% 80 to 100 ആ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് 3 മൊഡ്യൂൾസും ലാസ്റ്റ് മൊഡ്യൂളും പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് അത് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, 90% എബവ്. ഓക്കെ, സോ ഇതാണ് ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്. ഇനി ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഒരു പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ, ദെൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, എക്സാം റിലേറ്റഡ് ലൈവ് ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ്, ഇതൊക്കെ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദെൻ മറ്റൊരു കാര്യം കൂടിയും പറയാനുള്ളത്, എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പേഴ്സിൻ്റെ ക്ലാസ്സസ്, എസ്പെഷ്യലി ഞാൻ പറഞ്ഞു ക്യൂട്ടിയും കോസ്റ്റ് അക്കൗണ്ടിങ് ഒരുപാട് കുട്ടികൾ തോൽക്കാറുള്ള പേപ്പറാണ്. അങ്ങനെ ഒരു അവസ്ഥ വരുത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ പഠനം ആരംഭിക്കുക. എസ്പെഷ്യലി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സ്റ്റുഡൻസിന് ക്ലാസ്സസ് ഒന്നും കിട്ടാണ്ട് ഈ പറയുന്ന കോണ്ടാക്ട് ക്ലാസ് മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടൊക്കെ പോകുമ്പോഴാണ് അവർ തോൽക്കാനുള്ള സാധ്യത അവിടെ വരുന്നത്. പിന്നെ റെഗുലർ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ ക്ലാസ് അറ്റൻഡ് ചെയ്തില്ലെങ്കിലും ഇതിൻ്റെ പ്രശ്നം ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ആ പ്രശ്നത്തിലേക്കൊക്കെ പോകാതിരിക്കാൻ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് നല്ല മാർക്ക് മേടിക്കാം കേട്ടോ. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.